ഓക്കെ, അടുത്തത് അവോയ്ഡൻസ് ഓറിയൻറ്റേഷനാണ്. അതിൽ ഫെയിലിയർ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ എംബാരസ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, എ സ്റ്റുഡൻറ്റ് അവോയ്ഡ്സ് ആൻസറിങ് ക്വസ്റ്റ്യൻ ഡ്യൂ ടു ഫിയർ ഓഫ് മിസ്റ്റേക്ക്. എൻ്റെ ആൻസർ തെറ്റാണ് എന്നുള്ള, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണെന്നുള്ള പേടി കൊണ്ട് ആ ഒരു പേടി കൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുന്നത് അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് പ്രോക്രാസ്റ്റിനേഷൻ. എന്തായി പ്രോക്രാസ്റ്റിനേഷൻ? അതായത് ഹാബിറ്റ് ഓഫ് ഡിലേയിങ് ഓർ പുട്ടിങ് ഓഫ് ടാസ്ക്. ഒരു ടാസ്ക് ഡിലേ ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം, ഇന്ന് വേണ്ട, നാളെ എന്ന് പറയില്ലേ, അതാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ദ വോളണ്ടറി ആൻഡ് അൺനെസസറി ഡിലേ ഓഫ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. വോളണ്ടറി അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഡിലേ വരുത്തുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾക്ക്. Despite knowing that delay may lead to negative consequences. പക്ഷെ നമുക്കറിയാം അത് താമസിപ്പിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഡിലേ ചെയ്യുകയാണ്. അതാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. മറ്റന്നാൾ എക്സാമാണ് എന്ന് നമുക്കറിയാം, നമ്മളത് അറിഞ്ഞുകൊണ്ട് ഇന്ന് പഠിക്കുന്നില്ല, നാളെ പഠിക്കുന്നില്ല, ഇന്നലെ പഠിച്ചില്ല, ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, കോസസ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിയർ ഓഫ് ഫെയിലിയർ, തോറ്റുപോകും അല്ലെങ്കിൽ ഫെയിലിയറിനെ പേടി. ലോ മോട്ടിവേഷൻ, പുവർ ടൈം മാനേജ്മെൻറ്റ്, പെർഫെക്ഷനിസം, അതുപോലെ തന്നെ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ്. ഇതെല്ലാം പ്രോക്രാസ്റ്റിനേഷന് കോസസ് ആണ്. എക്സാമ്പിൾ നോക്കാം. A student postpones studying until the night before the exam even though time was available earlier. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ? നാളെ പരീക്ഷയാണെങ്കിൽ നേരത്തെ പഠിക്കുന്നതിന് പകരം ഇന്നിരുന്ന് പഠിക്കും തലേ ദിവസം. അടുത്തത് ഹൗ ടു ഓവർകം പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ബ്രേക്ക് ടാസ്ക് ഇൻ ടു സ്മോൾ സ്റ്റെപ്പ്. ടാസ്കുകളെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാക്കി മാറ്റുക. സ്റ്റഡി വൺ ടോപ്പിക് ഇൻസ്റ്റെഡ് ഓഫ് എൻറ്റയർ ചാപ്റ്റർ. ആ ഒരു എൻറ്റയർ മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ചാപ്റ്റർ പഠിക്കുന്നതിന് പകരം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. സെറ്റ് ഡെഡ് ലൈൻസ്, അതായത് ഫിനിഷ് നോട്ട്സ് ബൈ 7 PM. ഓക്കെ, ഞാൻ ഇന്നത്തെ ദിവസം വൈകിട്ട് 6 മണിയാകുന്നതിന് മുന്നേ തന്നെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും. ഡെഡ് ലൈൻ കൊടുക്കുക. യൂസ് റിവാർഡ്, അതായത് വാച്ച് എ ഷോർട്ട് വീഡിയോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് സ്റ്റഡി. നിങ്ങൾ ആ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ TV കാണും, അല്ലെങ്കിൽ മൊബൈൽ വാച്ച് ചെയ്യും. കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. ഓക്കെ, റിമൂവ് ഡിസ്ട്രാക്ഷൻസ്, അതായത് കീപ് ഫോൺ അവേ ഡ്യൂറിങ് സ്റ്റഡി. നിങ്ങൾ പഠിക്കുന്ന സമയം ഫോൺ മാറ്റി വയ്ക്കുക, ടാബ് മാറ്റി വയ്ക്കുക, ലാപ്പ് മാറ്റി വയ്ക്കുക, ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് പഠിക്കുക. യൂസ് ദ 5-minute റൂൾ. 5-minute റൂൾ യൂസ് ചെയ്യുക. അതായത് സ്റ്റാർട്ട് ദ ടാസ്ക് ഫോർ 5 minutes ടു ഓവർകം റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 5 മിനിറ്റത്തേക്ക് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത പോർഷനാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? എക്സാമിനൊക്കെ എല്ലാ ടീച്ചേഴ്സും എക്സാമിന് മുന്നേയും ഒക്കെ പറയുന്ന കാര്യമാണ് ടൈം മാനേജ് ചെയ്യണമെന്ന്. മക്കളെ, ടൈം മാനേജ് ചെയ്യണമെന്ന്. ടൈം മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് ടൈം എഫക്റ്റീവ്ലി ടു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. വലിയൊരു സെൻറ്റൻസാണ്, വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. അവിടെ പ്ലാനിങ്, ഓർഗനൈസിങ്, അലോക്കേറ്റിംഗ് ടൈം. ടൈമിനെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അലോക്കേറ്റിംഗ് ചെയ്യുക. ഈ ടൈം എഫക്റ്റീവ്ലി ആയിട്ട് പല കാര്യങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇൻ ഓർഡർ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. എന്തിനു ചെയ്യുന്നു? ഇൻ ഓർഡർ ടു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും സ്ട്രെസ്സ് കുറയ്ക്കാനുമായിട്ട് പ്ലാനിങ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ടൈം യൂസ് ചെയ്യുക. അതാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം ടെക്നിക്സാണ് ടൈം മാനേജ്മെൻറ്റിൽ വരുന്നത്? ടു ഡു ലിസ്റ്റ്. പേപ്പറിൽ ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കുക, ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ലിസ്റ്റ് നോക്കി അങ്ങ് ചെയ്താൽ പോരെ. പിന്നെ പ്രയോറിറ്റൈസേഷൻ. അർജൻറ്റ് വേഴ്സ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകളും പിന്നെ പെട്ടെന്ന് അർജൻറ്റായിട്ട് ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുക. പ്രയോറിറ്റൈസ് ചെയ്യുക. ഷെഡ്യൂളിങ് ആൻഡ് ടൈം ടേബിൾ എഴുതി ഉണ്ടാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യുക. അവോയ്ഡിങ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് പ്രിപ്പയർസ് ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ ആൻഡ് ഫോളോ ഫിക്സഡ് സ്റ്റഡി അവർ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് റാൻഡംലി. ഡെയിലി ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഞാൻ പഠിക്കുന്നുള്ളൊരു ടൈം ടേബിൾ, ഓരോ മൊഡ്യൂൾ ഇത്ര സമയം, ഇത്ര സബ്ജക്റ്റ് എന്നൊക്കെ ടൈം ടേബിൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടി അത് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വേറൊരു കുട്ടി റാൻഡംലി ചെയ്യുകയാണ്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഓരോ മൊഡ്യൂൾ, ചിലപ്പോൾ അതിൻ്റെ പകുതി വേറൊരു വിഷയം. ആ കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ടൈം ടേബിളൊക്കെ വെച്ച് മാനേജ് ചെയ്യുന്ന കുട്ടിയെക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റേ കുട്ടിക്ക് ടൈം മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നൊരു കുട്ടിയാണ് ടൈം ടേബിളൊക്കെ എഴുതി എല്ലാം കറക്റ്റ് വേ ഫോളോ ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് പറ്റും. അടുത്ത ടോപ്പിക് ഡീലിംഗ് വിത്ത് ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം. നിങ്ങൾ ഡീൽ ചെയ്യാറുണ്ടോ നിങ്ങളുടെ ഇമോഷനുമായിട്ടും? നോക്കാം. ഡീലിംഗ് വിത്ത് ഇമോഷൻസ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു റെക്കഗ്നൈസ്. അതായത് നമ്മുടെ ഒരു എബിലിറ്റിയാണ് ഡീലിംഗ് വിത്ത് ഇമോഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയാണത്. റെക്കഗ്നൈസ് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, എക്സ്പ്രസ് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ ഇമോഷണൽ റെസ്പോൺസുകളെ ഒരു ഹെൽത്തി വേയിൽ. ഓക്കെ, അതാണ് ഡീലിംഗ് വിത്ത് ഇമോഷൻ എന്ന് പറയുന്നത്. ഹെൽത്തി വേസ് ടു ഡീൽ വിത്ത് ഇമോഷൻ. ഇമോഷണൽ അവെയർനെസ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷനെ പറ്റി ഒരു ധാരണ ഉണ്ടാകണം. ഇമോഷണൽ അവെയർനെസ് ഉണ്ടാകണം. പിന്നെ ഡീപ്പ് ബ്രീത്തിങ്. പെട്ടെന്ന് ദേഷ്യം വന്നു, നിങ്ങൾ ആ ദേഷ്യം കടിച്ചു പിടിച്ച് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ശ്വാസം പയ്യെ മേളിലോട്ട് എടുക്കുക. ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുത്തിട്ട് പയ്യെ വിടുക. പാനിക്കാകുന്ന സമയം ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക. പിന്നെ ഒന്ന് ജേർണലിങ് ചെയ്യുക. ഡയറിയിലൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ ടോക്കിംഗ് ടു എ ട്രസ്റ്റഡ് പേഴ്സൺ. നിങ്ങൾക്ക് വിശ്വസ്തമായിട്ടുള്ള, അത് ഫ്രണ്ടാകാം, അമ്മയാകാം, ആരും ആകാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശ്വാസമുള്ള, എൻ്റെ വിഷമങ്ങൾ കേട്ട് എന്നെ ജഡ്ജ് ചെയ്യാതെ എൻ്റെ കൂടെ നിൽക്കും, എന്നെ ഹെൽപ്പ് ചെയ്യും, എനിക്കൊരു വേ പറഞ്ഞു തരും, വഴികൾ പറഞ്ഞു തരും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ കൂടെ കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക കേട്ടോ. എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് ഷൗട്ടിങ് വെൻ ആംഗ്രി. ദേഷ്യം വരുമ്പോൾ ഷൗട്ട് ചെയ്യുന്നതിനേക്കാളും എ പേഴ്സൺ ടേക്ക് ഡീപ്പ് ബ്രീത്ത് ആൻഡ് എക്സ്പ്ലെയിൻ ഫീലിംഗ് കാംലി. പറയുന്നത് എളുപ്പമാണ്, എനിക്കറിയാം. ഈ എക്സാമ്പിൾ ഇങ്ങനെ പറയുമ്പോൾ എളുപ്പമാണ്, എനിക്കിങ്ങനെ പറയാം. പക്ഷേ അത് പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഞാനും അങ്ങനെയാണ്. ചില സമയം എനിക്ക് ദേഷ്യം വന്നാലും ഞാൻ ഷൗട്ട് ചെയ്യും. പക്ഷേ ഞാനത് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. മനുഷ്യരാണ്, നമുക്ക് ദേഷ്യം വരാം, നമ്മൾ ഷൗട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളതിനെ കൺട്രോൾ ചെയ്യണം, ഡീൽ ചെയ്യണം ഇമോഷൻസുമായിട്ട്. പേഴ്സൺ ടേക്സ് ഡീപ്പ് ബ്രെത്ത്. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വന്നു, ഷൗട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ശ്വാസം ഒന്ന് അകത്തേക്ക് എടുക്കുക, ഒന്ന് വിടുക, ഡീപ്പായിട്ട് എടുക്കുക, ഒന്ന് പയ്യെ പുറത്തേക്ക് വിടുക. എന്നിട്ട് സമാധാനത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മുടെ മുന്നേ ഇരിക്കുന്ന ആളും ചിലപ്പോൾ ഷൗട്ട് ചെയ്യുന്നുണ്ടാകും അല്ലേ? എന്തിനാണ് ഈ രണ്ട് സൈഡും കൂടി ഷൗട്ട് ചെയ്യുന്നത്? നമുക്ക് കാംലി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതൊരു എക്സാമ്പിളാണ്. അടുത്തത് ഡിസ്ട്രെസ് ടോളറൻസ്. അതായത് ഡിസ്ട്രെസ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ആൻഡ് കോപ്പ് വിത്ത് ഇമോഷണൽ പെയിൻ. ഒരു ഇമോഷണൽ പെയിൻ ഉണ്ടായാൽ അതിനെ കോപ്പ് ചെയ്യാനുള്ള എബിലിറ്റി.
അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വിത്തൗട്ട് റിസ്റ്റോർട്ടിങ് ടു ഹാംഫുൾ ബിഹേവിയർ. ഓക്കെ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ എന്ത് ചെയ്യുക, കോപ്പ് ചെയ്യുക, ഹാംഫുൾ ബിഹേവിയറിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി നടക്കാനായിട്ട്. ഓക്കെ, ആ ഒരു എബിലിറ്റിയാണ് ഡിസ്ട്രസ് ടോളറൻസ് എന്ന് പറയുന്നത്. ഡിസ്ട്രസ് ടോളറൻസിൻ്റെ സ്കില്ലുകൾ നോക്കാം. ഡിസ്ട്രാക്ഷൻ, ലിസണിങ് ടു മ്യൂസിക്, വാക്കിംഗ്. സെൽഫ് സ്മൂത്തിങ്, അതായത് റിലാക്സിങ് ആക്ടിവിറ്റീസ്. അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി. എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് ഹു ഫെയിൽസ് എ ടെസ്റ്റ് ഡസ് നോട്ട് ഗിവ് അപ്പ് ബട്ട് ആക്സെപ്റ്റ് ദ റിസൾട്ട് ആൻഡ് പ്ലാൻ ഇംപ്രൂവ്മെൻറ്റ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സാമിന് ഫെയിലായി എന്ന് വിചാരിക്കാം. ഞാൻ ഫെയിലായി, എന്തുകൊണ്ട് ഫെയിലായി എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്, അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, റിയാലിറ്റി ഇതാണ്, ഞാൻ ഫെയിലാകാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എൻ്റെ കയ്യിലുള്ള കുഴപ്പങ്ങളാണ്, ഞാൻ പഠിക്കാത്തതുകൊണ്ടും ആണ് ഞാൻ ഫെയിലായത്. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്ത എക്സാമിന് ഞാൻ പാസ്സാകണം, നല്ല മാർക്കോടുകൂടി പാസ്സാകണം. അതിനുള്ള പ്ലാനുകൾ കൊണ്ടുവരിക. അല്ലാതെ ഞാൻ ഫെയിലായി അത് ഓർത്തെങ്ങിരിക്കുന്നതിനേക്കാളും ബെറ്റർ അടുത്ത പ്ലാൻ, നെക്സ്റ്റ് എന്ത് എന്ന് ചിന്തിക്കുക. അടുത്ത് ഡീലിംഗ് വിത്ത് എക്സാം ആൻസൈറ്റി. എല്ലാവർക്കും ഉള്ളതാണ് എക്സാം ആൻസൈറ്റി. അപ്പോൾ എങ്ങനെ എക്സാം ആൻസൈറ്റി ഡീൽ ചെയ്യാമെന്ന് നോക്കാം. എക്സാം ആൻസൈറ്റി ഈസ് എ ഫീലിംഗ് ഓഫ് ടെൻഷൻ. എക്സാം ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. ടെൻഷൻ, ഫിയർ അല്ലെങ്കിൽ വറി ബിഫോർ ഓർ ഡ്യൂറിങ് എക്സാമിനേഷൻ. പരീക്ഷയ്ക്ക് മുമ്പ്, ചിലപ്പോൾ തലേദിവസം ആകാം, ചിലപ്പോൾ രാവിലെ ആകാം, പരീക്ഷ ഉച്ചയ്ക്കാണെങ്കിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാകാം, ബിഫോർ ആഫ്റ്റർ എപ്പോൾ വേണമോ ആകാം. ഡ്യൂറിങ് എക്സാമിനേഷൻ ദാറ്റ് ഇൻ്റർഫിയേഴ്സ് വിത്ത് പെർഫോമൻസ്. അതാണ് എക്സാം ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം ആൻസൈറ്റി വന്നൊരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് റാപ്പിഡ് ഹാർട്ട് ബീറ്റ്. എല്ലാവർക്കും ഒരേ സിംറ്റംസും ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം വരണമെന്ന് നിർബന്ധമില്ല. ഇൻഡിവിജ്വൽസ് യുണീക്കാണ്, ഓരോ വ്യക്തികളും യുണീക്കാണ്. അതുകൊണ്ട് പല പല സിംറ്റംസ് വരാം. ചിലപ്പോൾ റാപ്പിഡായിട്ട് ഹാർട്ട് ബീറ്റ് നിങ്ങളുടെ ചെവിയിൽ കേൾക്കാം, ഫാസ്റ്റ് ആകാം, സ്വെറ്റിംഗ്, വേർക്കാൻ തുടങ്ങും, നെഗറ്റീവ് തോട്ടുകൾ വരാം, പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാകാം. ഓക്കെ, ഇതൊക്കെ ഒരു സിംറ്റമായിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇത് വരണമെന്നില്ല. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ വരാം, ചിലപ്പോൾ വേറെ സിംറ്റമും വരാം. അടുത്തത് സ്ട്രാറ്റജീസ് ടു മാനേജ് എക്സാം ആൻസൈറ്റി. എക്സാം ആൻസൈറ്റി മാനേജ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, പ്രോപ്പർ പ്രിപ്പറേഷൻ ആൻഡ് റിവിഷൻ. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ റിവിഷൻ നടത്തുക. പിന്നെ റിലാക്സേഷൻ ടെക്നിക്സുകൾ, ഡീപ്പ് ബ്രീത്തിങ്, അത് യൂസ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക്. സിംറ്റംസിൽ ഞാൻ പറഞ്ഞു നെഗറ്റീവ് തോട്ട് വരിക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മൈൻഡിലൊരു തോട്ട്, ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ തോറ്റു, എനിക്കത് അറിയാൻ വയ്യ, ഞാൻ എഴുതുന്നില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല, ആലോചിച്ച് അങ്ങനെയുള്ള ടെൻഷൻ കുറയ്ക്കുക. അങ്ങനെയുള്ളതൊന്നും മൈൻഡിന് ആ രീതിയിലൊന്നും കൊടുക്കാതെ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പറയുക, ഇല്ല, വേറെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം, ഞാനൊന്നും സ്കിപ്പ് ചെയ്യുന്നില്ല, ഓക്കെ, ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള നിന്നെക്കൊണ്ട് പറ്റും, നീ ഇത് നല്ല രീതിയിൽ എഴുതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിനോട് പറയുക. അഡ്യൂക്കേറ്റായിട്ട് സ്ലീപ്പ്, പ്രോപ്പർ സ്ലീപ്പ് ആവശ്യമാണ്. അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് ക്രാമിങ്, അതായത് അവസാന നിമിഷം എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ഒരു പഠിത്തമുണ്ട്. ചറപറ ഫ്രണ്ട്സ് പറയുന്നത് അവിടുന്ന് കേൾക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ച ഡൗട്ടുകൾ ചറപറ എന്ന് പറഞ്ഞിട്ട് അത് നിർത്തുക. ഓക്കെ, എക്സാമ്പിൾ, ബിഫോർ ദ എക്സാം എ സ്റ്റുഡൻറ്റ് പ്രാക്ടീസ് ലോ ബ്രീത്തിങ് ആൻഡ് റിമൈൻഡ് ദംസെൽഫ്
ഐ ആം പ്രിപ്പയർഡ് ആൻഡ് ഐ ക്യാൻ ഡു ദിസ്. എക്സാം പേപ്പർ കിട്ടും, അതായത് എക്സാമിന് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കിട്ടി, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ പറയണം, പയ്യെ ഒന്ന് ശ്വാസം മേളിലോട്ടെടുക്കുക, പയ്യെ ശ്വാസം താഴേക്ക് വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ പറയണം, ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടുണ്ട്, എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ടെൻഷൻ്റെ ആവശ്യമില്ല. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദ്യം ചോദിക്കേണ്ടി വരും. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തോ, ഞാൻ നന്നായി റിവിഷൻ ചെയ്തോ കേട്ടോ. അതൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലേ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുള്ളൂ എക്സാമിന്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂളായ സെൽഫ് റെഗുലേഷൻ തീർന്നു. ഓക്കെ, ബൈ ബൈ.